ഹായ് ആർട്ടിസ്റ്റുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം എന്നൊരു ട്യൂട്ടോറിയലാണ്. ഞാൻ ആദ്യമായി ഇവിടെ 1.5 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഓരോ സ്ക്വയേഴ്സ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ടോട്ടലായിട്ട് ഞാനിവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ടോട്ടൽ 15 റോയും അതുപോലെ തന്നെ താഴ്ന്ന മുകളിലേക്ക് 20 കോളംസും ഞാൻ വരച്ചെടുത്തു. ഞാൻ എന്നിട്ട് ഇവിടെ നമ്പറിങ് കൊടുക്കുകയാണ്. നമുക്ക് വരച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മളിവിടെ നമ്പറിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 1, 2 മുതൽ എത്രയാണോ ഉള്ളത് അതുവരെ നമ്മൾ നമ്പറിങ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ റെഫറൻസ് പിക്ചറിൽ വരക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചറിൽ എവിടേക്കാണോ ഏതൊക്കെ സ്ക്വയറിനുള്ളിലാണോ ലൈൻസ് പോകുന്നത് അത് നമ്മൾ നോക്കി സാവധാനം ഓരോ സ്ക്വയർസ് വരച്ചെടുക്കുകയാണ് ഇവിടെ വേണ്ടത്. ഞാനിവിടെ ഫേസിൻ്റെ ഭാഗം ഞാനിങ്ങനെ അവിടെ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് ഞാനിവിടെ ലൈറ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വരക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഐവറി ചാർട്ടും അതുപോലെ തന്നെ വരക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ മെക്കാനിക്കൽ പെൻസിൽസുമാണ്. HP ലീഡ് അടങ്ങിയ മെക്കാനിക്കൽ പെൻസിലാണ് ഞാനിവിടെ ഔട്ട്ലൈനായിട്ട് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഔട്ട്ലൈൻ ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അധികം മായ്ക്കേണ്ട കലയൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും. ഞാനിപ്പോൾ കണ്ണിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ണിൻ്റെ മുകളിലെ പുരികം എങ്ങനെയാണോ എത്രയൊക്കെ ആ സ്ക്വയർ കടക്കുന്നു അത് നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനം ഏത് ഡയറക്ഷനാണോ പിരികം പോകുന്നത് ആ ഡയറക്ഷൻ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഔട്ട്ലൈൻ വരക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ്സ് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഔട്ട്ലൈൻ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കണം. ഔട്ട്ലൈൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് നമ്മളെ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ഇല്ലാണ്ടായി പോകും. ലാസ്റ്റ് നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഔട്ട്ലൈൻ നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക. ഏതൊക്കെ സ്ക്വയേഴ്സിലാണ് കണ്ണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനം വേണം ഇവിടെ വരച്ചെടുക്കാൻ. ഞാനവിടെ റെഫറൻസ് പിക്ചറിൽ എങ്ങനെയാണുള്ളത് അതുപോലെ ഞാൻ ഇവിടെ വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സാവധാനം വരക്കണം. അതുപോലെ തന്നെ വളരെ കട്ടി കുറഞ്ഞ് വേണം വരക്കാൻ. നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ പ്രഷർ കൊടുത്തിട്ട് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നത്. അത് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കുറച്ചൊന്ന് റബ്ബറിൽ മായ്ക്കുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഷെയ്ഡിങ്സിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം. പിന്നെ കണ്ണിൻ്റെ ഹൈലൈറ്റ്സ് എവിടെയാണുള്ളത് അവിടെ ഞാനിത് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണിക്കുള്ളിൽ അവിടെ ലൈറ്റ് കളർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ആ ഏരിയ നമുക്ക് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് വിടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ അടിഭാഗത്തെ പോളകൾ എവിടേക്കാണോ ആ ഷെയ്ഡിങ് വരുന്നത് ഞാൻ ലൈറ്റായിട്ട് അവിടെ ലൈൻ ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ അങ്ങനെ ഷെയ്ഡിങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അവസാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയ്ഡിങ്സ് എവിടെയൊക്കെയാണ് ഡാർക്ക്നെസ് വരുന്നത് അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗം ഏകദേശം എൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി എൻ്റെ മുടിയുടെ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് പ്രഷർ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. എങ്ങനെയാണോ മുടിയുടെ ഡയറക്ഷൻ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പതുക്കെ നമ്മൾ ഇവിടെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഔട്ട്ലൈന് അധികം ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വിടുകയാണ്. ഹെയറിൻ്റെ ഭാഗമൊക്കെ ഞാനിവിടെ ജസ്റ്റ് വരച്ചു വിടുന്നു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ മൂക്കിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. മൂക്കിൻ്റെ ഭാഗം എങ്ങനെയാണോ മൂക്കിൻ്റെ ആകൃതി വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനം ഇവിടെ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയേ വേണ്ടൂ. അതിനുശേഷം നമ്മൾ ഷെയ്ഡിങ്സിൽ നമ്മളെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സാവധാനം നോക്കുക, ആ മൂക്കിൻ്റെ കർവ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എത്രത്തോളം അകലത്തിലാണ് ആ മൂക്കുള്ളത്, അതുപോലെ തന്നെ ആ സ്ക്വയർ ഏതൊക്കെ ഭാഗത്താണ് കടന്നു പോകുന്നത് മൂക്കിൻ്റെ ഭാഗം, അത് നമ്മൾ നോക്കിയിട്ട് പതുക്കെ പതുക്കെ വരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ താഴോട്ട് ചുണ്ടിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ചുണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനം വരച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഞാനിവിടെ എനിക്ക് കിട്ടിയ ആ ഫസ്റ്റത്തെ കോളത്തിൽ ഏതൊക്കെ ഭാഗമാണോ കടന്നു പോകുന്നത്, ചുണ്ടിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നോക്കിയിട്ട് അവിടെ ഔട്ട്ലൈൻ ഇടുകയാണ് വേണ്ടത്. ഞാനിവിടെ ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, എത്ര അകലത്തിലാണുള്ളത്, അതുപോലെ തന്നെ ഒരു സ്ക്വയറിൻ്റെ എത്ര ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ചുണ്ട്, നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനം വേണം ഇവിടെ വരച്ചെടുക്കാൻ. എന്നാൽ നോക്കിയിട്ട് ഔട്ട്ലൈൻ വളരെ സാവധാനം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഔട്ട്ലൈൻ, ഞാൻ പറഞ്ഞു, ഔട്ട്ലൈൻ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്ക്വയർസ് നമ്മൾ നമ്പറിങ് ഇടുന്നത് ഇതിനാണ്. എന്ന് വെച്ചാൽ നമ്പറിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂട്ടുകാരെ, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ നമ്പേഴ്സ് ഇടുക. നമ്പേഴ്സ് ഇട്ടിട്ട് മാത്രം ഗ്രിഡ് ഡ്രോയിങ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രിഡ് ഡ്രോയിങ് നമുക്ക് എത്ര വലിപ്പത്തിലും അതുപോലെ തന്നെ എത്ര ചെറുതായിട്ടും നമുക്ക് വരക്കാവുന്നതാണ്. ഗ്രിഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് വലുതാക്കിയിട്ടും വരക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെറുതാക്കിയിട്ടും വരക്കാൻ പറ്റും. ഒരു ഫോട്ടോ ഇത്ര വലുതാണെങ്കിൽ നമുക്കതിന് ചെറുതാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ ഫോട്ടോയെ നമുക്ക് വലുതാക്കുകയും ചെയ്യാം. അങ്ങനെ ഏകദേശം നമ്മളെ ഫേസിൻ്റെ ഭാഗം ഇപ്പോൾ ചെയ്യുകയാണ്. ഫേസിൻ്റെ ഷേപ്പ് ഞാനിവിടെ കൊണ്ടുവരികയാണ്. ഏതൊക്കെ സ്ക്വയർസിലാണോ കടന്നു പോകുന്നത് നമ്മൾ നോക്കിയിട്ട് പതുക്കെ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനുള്ള റീപ്ലൈ ഉറപ്പായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷെയ്ഡിങ്സ് ആണ്. ഇത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഡ്രോയിങ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനൊരു ഔട്ട്ലൈൻ ഇടുന്നു, അതിനുശേഷം ഞാൻ ഷെയ്ഡിങ്സിലേക്ക് കിടക്കും. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ സ്റ്റെപ്പായിട്ട് കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ഐഡിയ കിട്ടൂ. എൻ്റെ ചാനലിൽ അതുപോലെ തന്നെ കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയലുണ്ട്. നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ അതും കാണാം നിങ്ങൾക്ക് പോയിട്ട്. അപ്പോൾ ഈ ഡ്രോയിങ് ട്യൂട്ടോറിയൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഔട്ട്ലൈൻ ഇടുന്ന ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായാലും അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ വീഡിയോ ഇടാനുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ഷെയർ ചെയ്യുക.